പലരുടെയും ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു സംശയമായിരിക്കും. അതായത് ഇന്ത്യയിൽ കുറേയധികം ആൾക്കാർ പാവപ്പെട്ടവരാണ്. അതായത് അടുത്ത ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്തവരാണ് പലരും. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു കോടി രൂപ വെച്ചോ അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ വെച്ചോ പ്രിന്റ് ചെയ്ത് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരും പണക്കാരാവും. അതുപോലെ തന്നെ മറ്റ് ആൾക്കാരെ പോലെ ഇവർക്കും താമസിക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് അതായത് ഈ ഗവൺമെന്റ് കൂടുതൽ പ്രിന്റ് ചെയ്ത്, അതായത് ഇപ്പോൾ ഗവൺമെന്റ് കുറേയധികം പെൻഷൻസ് എല്ലാം കൊടുക്കുന്നു. അപ്പോൾ ഈ പെൻഷൻ എല്ലാം കൊടുക്കുന്ന ആൾക്കാർക്കെല്ലാം ഒരുമിച്ച് ഒരു തുക കൂടുതലായി കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് വാങ്ങി കഴിച്ചൂടെ എന്ന് പലർക്കും സംശയമുണ്ടാവും. അതിനെക്കുറിച്ചുള്ള ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്റെ പേര് അശ്വിൻ. അപ്പോൾ ഇൻഫോർമേറ്റീവ് വീഡിയോസുകളും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ വീഡിയോസുകളും നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. ഇപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ത്യയിൽ ആരാണ് ഈ കറൻസി പ്രിന്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ RBI ആണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ RBI ആക്ട് 1934 പ്രകാരം സെക്ഷൻ 22 RBIക്ക് ഇങ്ങനെ ഒരു അധികാരം കൊടുത്തിരിക്കുന്നത്. അതായത് ഇങ്ങനെ കറൻസി പ്രിന്റ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യാനുള്ളത്. അപ്പോൾ RBIക്ക് ഇങ്ങനെ ഒരു അധികാരം ഉള്ളപ്പോൾ RBIക്ക് കൂടുതൽ എമൗണ്ട് എന്തുകൊണ്ട് കൂടുതൽ എമൗണ്ട് പ്രിന്റ് ചെയ്തൂടെ എന്ന് പലർക്കും ഒരു ചോദ്യം വരാം. അപ്പോൾ ഇവിടെയാണ് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് RBI ഒരു നോട്ട് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് RBIന്റെ അടുത്ത് ആദ്യം RBI കറൻസി പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് RBIന്റെ അടുത്ത് 200 കോടി രൂപയുടെ അസറ്റ് വേണം. അതായത് 115 കിലോ ഗോൾഡ് ആയിട്ടും അതുപോലെ തന്നെ 85 കോടി രൂപയുടെ അതായത് ഫോറക്സ് റിസർവ് ആയിട്ടും RBIന്റെ അടുത്തുണ്ടെങ്കിൽ RBIക്ക് എത്ര വേണേലും അതായത് പൈസ പ്രിന്റ് ചെയ്യാം എന്നുള്ള ഒരു അധികാരമാണ് RBIക്ക് കിട്ടുന്നത്. അപ്പോൾ എന്നിട്ടും RBI എന്തുകൊണ്ടാണ് കൂടുതൽ എമൗണ്ട് പ്രിന്റ് ചെയ്യാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് RBI പ്രിന്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും പല കാര്യങ്ങൾ അടിസ്ഥാനം വെച്ചിട്ടാണ്. ഒന്ന്, അതായത് ഇപ്പോൾ ഉള്ള മാർക്കറ്റ് ഗ്രോത്ത്, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ തന്നെ മാർക്കറ്റിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസിന്റെ വാല്യൂ എല്ലാം കണക്കിലാക്കിയതിനു ശേഷമാണ് RBI ഇങ്ങനെ നോട്ടെല്ലാം പ്രിന്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, അതിനു മുമ്പ് ഒരേ ഒരു ചോദ്യം മാത്രം. അതായത് ഇപ്പോൾ RBI 100 രൂപ കറൻസി പ്രിന്റ് ചെയ്ത് അത് പുറത്തു വിട്ടു. അപ്പോൾ ഈ ടേംസ് എല്ലാം തന്നെ വെറും എക്കണോമിക് രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പോൾ ഇച്ചിരി കൂടെ നിങ്ങൾക്ക് ഇൻ ഡെപ്ത് ആയിട്ട് ഈ കാര്യം മനസ്സിലാവാൻ സാധ്യമാവും. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ 100 രൂപ നിങ്ങളുടെ കയ്യിൽ ഓരോ ആൾക്കാർക്കും തരിക. അതിനനുസരിച്ച് നിങ്ങൾ 100 രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം തിരിച്ചു തരിക. അപ്പോൾ നിങ്ങൾ ഓർക്കണം, അത് നിങ്ങൾ 100 രൂപേന്റെ പച്ചക്കറികളായിരിക്കും എനിക്ക് തരുന്നത്. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള വെറും ഒരു പേപ്പറാണ്. ആ പേപ്പറിന് വാല്യൂ ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അതായത് അതിന് 100 രൂപ ഉണ്ടെന്ന് അത് വിശ്വസിച്ചാണ് നിങ്ങളും വാങ്ങുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ആൾക്കാർക്ക് 100 രൂപയ്ക്ക് 100 രൂപേന്റെ വാല്യൂ ഉണ്ടെന്ന് നിശ്ചയിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഓരോ കറൻസി എടുത്തു നോക്കുകയാണെങ്കിലും ആ കറൻസിയിൽ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു കോട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അതായത് ഐ പ്രോമിസ് ടു പേ ദ ബിയറർ ഇൻ ദ സം ഓഫ് 100 rupees അല്ലെങ്കിൽ ദ സം ഓഫ് 10 rupees 20 rupees എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ തന്നെ ഗവർണറിനെ എഴുതിയിട്ട്, അതായത് ഇന്ത്യൻ ഗവർണറല്ല RBIന്റെ ഗവർണറുടെ ഒരു സൈനും കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ RBIയുടെ ഗവർണർ പറഞ്ഞ വിശ്വാസ പ്രകാരമാണ് നിങ്ങളും ഞാനും ആ 100 രൂപ വെച്ച് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കറൻസി എന്ന് പറയുന്നത് ഒരു വിശ്വാസ പ്രകാരമാണ്. അത് മാത്രമല്ല, അപ്പോൾ ഈ കറൻസി ഒരു തരത്തിൽ ഒരു വിശ്വാസമാണ്. അത് മാത്രമല്ല, ഈ കറൻസി പ്രിന്റ് ചെയ്യുമ്പോൾ RBIയുടെ അടുത്ത് എപ്പോഴും അതിന് ഈക്വൽ ആയിട്ട് ഒരു അസറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ മാർക്കറ്റ് വാല്യുവേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ടെന്ന് വെച്ചാൽ അതായത് ഈ കറൻസി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ ഒരാൾ ഈ കറൻസി RBIന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ RBIന്റെ അടുത്ത് അത്ര ഗോൾഡ് ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് ആ ഒരു വാല്യൂ നമുക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് കറൻസി ഒരിക്കലും വാല്യൂ പോകില്ല. പക്ഷെ ഇങ്ങനെ കൂടുതലായിട്ടും അതായത് ഈ കറൻസി പ്രിന്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ 100 രൂപേന്റെ വാല്യൂവിന്റെ ഗോൾഡ് നമ്മുടെ അടുത്തുണ്ട്. പക്ഷെ RBI 200 രൂപയ്ക്ക് ഇങ്ങനെ കറൻസി പ്രിന്റ് ചെയ്യുക. ഇതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ കറൻസിന്റെ വാല്യൂ താഴോട്ട് പോകും. പക്ഷെ നമ്മുടെ ഗോൾഡ് അവിടെ തന്നെ ഉണ്ടാവുള്ളൂ, അതായത് അത് കൂടുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് കറൻസി താഴോട്ട് പോകും. ഇതുകൊണ്ടാണ് ഒന്നാമത്തെ കാരണം ഇത് പ്രിന്റ് ചെയ്യാത്തത്. മറ്റൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഉള്ളത് ഇൻഫ്ലേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ എന്താണെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു എക്സാമ്പിളോട്ട് വരാം. അതായത് 2 പേരുണ്ട്, ഒന്ന് രാജു, ഒന്ന് മീന. അപ്പോൾ ഈ രാജു മീനയ്ക്കും 2 ഐലൻഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ രാജുവിന്റെ ഐലൻഡിലുള്ള ആൾക്കാരെല്ലാം അതായത് ഇങ്ങനെ ഡെയിലി പണിയെടുക്കും. അതുപോലെ തന്നെ അവിടെ അവർക്ക് കിട്ടുന്ന പൈസ കൊണ്ട് അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി അവരങ്ങനെ കഴിയുകയാണ്. അതായത് വളരെ റിച്ച് ഒന്നുമല്ല, സാധാരണ ഒരു രീതിയിൽ കഴിഞ്ഞു പോവാണ്. പക്ഷെ ഈ മീനയുടെ ഐലൻഡിലുള്ള ആൾക്കാർക്ക് അതായത് ഈ മീന വിചാരിക്കുകയാണ്, അതായത് രാജുവിന്റെ ഐലൻഡിലുള്ള ആൾക്കാരെ പോലെ എന്റെ നാട്ടിലുള്ള ആൾക്കാർക്ക് പറ്റില്ല. എന്റെ നാട്ടിലുള്ള ആൾക്കാർക്ക് അമേരിക്കയും അതുപോലെ തന്നെ അങ്ങനെയുള്ള വലിയ രാജ്യങ്ങളിലെ ആൾക്കാർ താമസിക്കുന്ന പോലെ വളരെ ലാവിഷായിട്ടും ലക്ഷറി ആയിട്ടും ജീവിക്കണം. അപ്പോൾ ഇതുകൊണ്ട് എന്താ ചെയ്യുക, അതായത് എന്റെ നാട്ടിലുള്ള ആൾക്കാർക്കെല്ലാം തന്നെ ഓരോ കോടി രൂപ വെച്ച് ഞാൻ പ്രിന്റ് ചെയ്ത് ഓരോ ആൾക്കാർക്കും കൊടുക്കാം. അതുകൊണ്ട് എന്താണ്, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം തന്നെ വിദേശത്തു നിന്ന് ആയിക്കോട്ടെ വാങ്ങാം. അതുപോലെ തന്നെ ഇവിടെയുള്ള സാധനങ്ങളും അവർക്ക് വാങ്ങി അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ആൾക്കാർക്കെല്ലാം തന്നെ വളരെയധികം ലാവിഷ് ലൈഫ് സ്റ്റൈൽ ജീവിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് മീന ഒരു ഡിസിഷൻ എടുക്കുകയാണ്. പക്ഷെ രാജു
ആ ഒരു രീതിയിൽ തന്നെ, അതായത് എങ്ങനെയുണ്ടോ പോകുന്നത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ബെയിനെ ഡിസിഷൻ എടുത്ത് അവിടെയുള്ള റിസർവ് ബാങ്കിന്റെ അടുത്തെല്ലാം പറഞ്ഞ് അങ്ങനെ ഓരോ കോടി വെച്ച് പ്രിന്റ് ചെയ്ത് എല്ലാ ആൾക്കാർക്കും കൊടുക്കുകയാണ്. അപ്പോൾ ഈ മീനന്റെ അടുത്ത് 100 കിലോ തേങ്ങയാണ് ഒരു വർഷം വിളയുന്നത് എന്ന് വെക്കാം. അതുപോലെ തന്നെ 100 ആൾക്കാരും ഉണ്ട്. എല്ലാ ആൾക്കാർക്കും ഓരോ കിലോ തേങ്ങ ആവശ്യമാണ്. അതായത് 100 പേരുടെ 100 പേർക്കും ആവശ്യമാണ്. അപ്പോൾ ഈ 100 പേർക്കും ആവശ്യമുള്ളതുകൊണ്ട് എന്ത് ചെയ്യും, അതായത് ഈ കടക്കാരൻ ഇവിടെ ഡിമാൻഡ് കൂടുന്നുണ്ട്, ഈ തേങ്ങയുടെ പൈസ കൂട്ടും. അപ്പോൾ ഈ തേങ്ങയുടെ പൈസ കൂട്ടുമെന്നാണ് വീണ്ടും ആൾക്കാരുടെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് അവരത് അഫോർഡ് ചെയ്യാൻ റെഡിയാണ്, വീണ്ടും പൈസ കൂട്ടും. അങ്ങനെ പൈസ കൂട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഫൈനൽ ഈ ആൾക്കാർക്ക് എത്രമാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം പൈസ അവരെ കൂട്ടിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതുകൊണ്ടെന്നാണ്, അതായത് 1 കിലോ തേങ്ങയുടെ വില 1 രൂപ എന്നുള്ളത് അത് 1 കിലോ തേങ്ങയ്ക്ക് 1000 രൂപ എന്നാവും. കാരണം ആൾക്കാർക്ക് ഇങ്ങനെ പൈസ ഉള്ളതുകൊണ്ട് തന്നെ 1000 രൂപ കൊടുത്തു വേണമെങ്കിലും അവർ വാങ്ങാൻ തയ്യാറാവും. അപ്പോൾ ഇതിനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയും. അതായത് ഒരു സാധനത്തിന്റെ പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അതിന്റെ ഡിമാൻഡ് അനുസരിച്ച്. അപ്പോൾ ഇതിനെ ഇൻഫ്ലേഷൻ എന്ന് പറയും. പക്ഷെ ഈ ഒരു സാധനത്തിന് ഡിമാൻഡ് ഇല്ലാണ്ടാവുമ്പോൾ ആ പൈസ കുറയും. ഇതിനെയാണ് ഡീഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വളരുന്ന എക്കണോമിക്ക് എപ്പോഴും 2 to 3% ഇൻഫ്ലേഷൻ ഉള്ളതാണ് നല്ലത് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഇൻഫ്ലേഷൻ ഉള്ളതുകൊണ്ട് മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ എല്ലാ സാധനത്തിനും ഒരു ഈക്വൽ പ്രൈസ് റേഞ്ചിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അധികം കൂടുതലുമായിരിക്കില്ല, അധികം കുറവുമായിരിക്കില്ല. അപ്പോൾ ഒരു മാർക്കറ്റ് ആ ഒരു സപ്ലൈ അനുസരിച്ച് അത് മുന്നോട്ട് പോകും. അപ്പോൾ ഇതേ ഉദാഹരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലോട്ട് എടുത്തു നോക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 1 കോടി രൂപ വെച്ച് അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രിന്റ് ചെയ്ത് തരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള സാധനം എന്താ? ഗോൾഡ് ആണ്. അപ്പോൾ ഓരോ ആൾക്കാരും 1 കിലോ ഗോൾഡ് വാങ്ങാൻ വേണ്ടി ഓടിപ്പോയി നിൽക്കും. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഇങ്ങനെ ഗോൾഡിന് പോയി നിൽക്കുമ്പോൾ അവിടെ സാധനം ഉണ്ടാവില്ല. അപ്പോൾ ഈ സാധനം കുറയുമ്പോൾ എന്ത് ചെയ്യും? ഡിമാൻഡ് കൂടുന്തോറും ആൾക്കാരെന്ത് ചെയ്യും? അതായത് ഈ കടക്കാരൻ ഗോൾഡ് വിൽക്കുന്ന ആൾക്കാര് ഈ പൈസ കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള 1 കോടി രൂപ എന്നുള്ളത് 1 കിലോ ഗോൾഡിന് ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് പണ്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഈ ഡിമാൻഡ് കൂടുന്തോറും ആ 1 കിലോ ഗോൾഡിന്റെ വാല്യൂ 1 കോടിയിലോട്ട് മാറും. അപ്പോൾ ഇതുകൊണ്ട് എന്തായി? ആ ഒരു പൈസ കൂട്ടുന്നുണ്ട് ഒരു കാര്യവും ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഗുഡ്സ് എത്രമാത്രമുണ്ടോ അതിനനുസരിച്ച് പൈസ കിട്ടിയിട്ടോ കാര്യമുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പൈസ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെല്ലാം തന്നെ ആവശ്യത്തിലും കൂടുതൽ ഫണ്ട് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളും നമ്മൾ വാങ്ങാൻ തുടങ്ങും. അപ്പോൾ ഈ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഈ സാധനങ്ങളൊന്നും കടയുണ്ടാവില്ല. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ, അതായത് ഉള്ള സാധനങ്ങൾക്കെല്ലാം തന്നെ 1 രൂപേന്റെ സാധനം 1000 രൂപയാകുകയും 1000 രൂപേന്റെ സാധനം 10000 രൂപയാകുകയും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇതുകൊണ്ട് എന്ത് ചെയ്യും? അതായത് നമ്മുടെ പൈസേന്റെ വാല്യൂ അവിടെ കൂടുന്നില്ല. അതായത് നമ്മുടെ കയ്യിലുള്ള പൈസ അവിടെ അഫക്റ്റ് ആവുന്നില്ല. അതായത് നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസ വരും തോറും ഈ പൈസ കൂടിക്കൊണ്ടേയിരിക്കും. അതേ അവസ്ഥയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയോ. ഇനി ഇച്ചിരും കൂടെ ഇത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവണേ, നിങ്ങൾ ആ സിംബാബ്വെ എന്ന് പറയുന്ന രാജ്യത്തിനും കൂടെ ഇവിടെ എടുത്തു നോക്കുക. അതായത് സിംബാബ്വെ എന്ന് പറയുന്ന രാജ്യം ഓരോ ആൾക്കാർക്കും ഇങ്ങനെ കോടിക്കണക്കിന് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഡിമാൻഡ് കൂടുകയും ഒരു പാക്കറ്റ് പാല് വാങ്ങണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അതായത് 10ഉം 15ഉം കെട്ട് കോടി രൂപ കൊണ്ടേ നിങ്ങൾ കടയിൽ കൊടുത്താൽ മാത്രമോ അതായത് 1 ലിറ്റർ പാല് കിട്ടുള്ളൂ. കാരണം അവിടെ ഇൻഫ്ലേഷൻ കൂടി. അപ്പോൾ ഇതാണ് പറയുന്നത്, അതായത് കൂടുതൽ എമൗണ്ട് പ്രിന്റ് ചെയ്തിട്ട് കാര്യമില്ല, അതിനനുസരിച്ചുള്ള അതായത് വാല്യുവേഷൻ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമോ ആ ഒരു പൈസേന്റെ കാര്യം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ പൈസ കൂടുതലായി പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടേ പോകുള്ളൂ. അല്ലാണ്ട് അതായത് നമുക്ക് കിട്ടുന്ന സർവീസിനൊന്നും തന്നെ നമുക്ക് കൂടുതൽ കിട്ടില്ല. അതായത് നമ്മുടെ കയ്യിലുള്ള അതായത് 1000 രൂപയ്ക്ക് ഗോൾഡ് ഉണ്ടെങ്കിൽ 1000 രൂപയ്ക്ക് ഈക്വൽ കറൻസി വിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് മാർക്കറ്റിൽ സ്റ്റെബിലൈസേഷൻ ഉണ്ടാവും. പക്ഷെ 1000 രൂപയ്ക്ക് ഗോൾഡ് ഉണ്ട്, പക്ഷെ നമ്മൾ 2000 രൂപയ്ക്ക് നമുക്ക് കറൻസി പ്രിന്റ് ചെയ്യണമെങ്കിൽ അത് മാർക്കറ്റിൽ സ്റ്റെബിലൈസ് ആയി പോകില്ല. അതുകൊണ്ട് അത് നമ്മുടെ കറൻസി താഴോട്ട് പോവുകയുള്ളൂ. അല്ലാണ്ട് ആൾക്കാർക്ക് ഇതിൽ നിന്ന് 1 രൂപേന്റെ പോലും ഗുണമുണ്ടാവില്ല. ഇതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊന്നും കൂടുതലായിട്ടും മണി പ്രിന്റ് ചെയ്യാത്തത്.